മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്ന യന്ത്രങ്ങളെയാണ് AI സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. AI ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾക്ക് പഠിക്കാനും വിശകലനം ചെയ്യാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. ചാറ്റ് ബോട്ടുകൾ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, മറ്റ് സംവിധാനങ്ങൾ എന്നിവ AIക്ക് ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയം ചാറ്റ് ബോട്ടുകളെ കുറിച്ചാണ്. വിവിധ ചാറ്റ് ബോട്ടുകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒന്നാണ് ChatGPT. അത് പലവരുടെയും ഫേവറേറ്റ് ആണ്. മാത്രമല്ല, ഓപ്പൺ AI വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ AI ഭാഷാ മോഡലുകളിൽ ഒന്നായി ChatGPT ചരിത്രം സൃഷ്ടിച്ചു. 2022 സമാരംഭിച്ച ഇത് മനുഷ്യനെ പോലെയുള്ള വാചകം സൃഷ്ടിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും വിവിധ ജോലികളിൽ സഹായിക്കാനുമുള്ള കഴിവുകൊണ്ട് പെട്ടെന്ന് ജനപ്രിയമായി. അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു ഗവേഷണ സ്ഥാപനമായ ഓപ്പൺ AI ആണ് ChatGPT വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ചൈന അതിന് മറുപടിയായി ഒന്ന് വികസിപ്പിച്ചെടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്ത്യയെ കളിയാക്കിയ അമേരിക്കയുടെ ChatGPTയും അമേരിക്കയെ കുലുക്കിയ DeepSeekന്റെയും കഥയാണിത്. ഹലോ സുഹൃത്തുക്കളെ, DeepSeek എന്ന ചൈനീസ് AI ലോകത്തെ ഞെട്ടിച്ചു. അമേരിക്കൻ ടെക് കമ്പനികളും US സ്റ്റോക്ക് മാർക്കറ്റുകളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കുലുങ്ങി. അതെ, ഈ AIയുടെ ഉത്ഭവം മികച്ചതായിരുന്നു. 2025 ജനുവരി 20 ഒരു ചൈനീസ് ഗവേഷണ ലാബ് അതിന്റെ AI ചാറ്റ്ബോട്ട് DeepSeek R1 പുറത്തിറക്കി. ഓപ്പൺ AIയുടെ ChatGPT 4, മെറ്റയുടെ ലാമ, ഗൂഗിളിന്റെ ജെമിനി അഡ്വാൻസ് എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും നൂതനമായ AI മോഡലുകളേക്കാൾ ഈ ചാറ്റ്ബോട്ട് മികച്ചതാണെന്ന് പറയുന്ന ഒരു ഗവേഷണ പ്രബന്ധവും അവർ പ്രസിദ്ധീകരിച്ചു. DeepSeek പ്രകടനത്തിൽ ഏറ്റവും മികച്ചതും ഏറ്റവും കാര്യക്ഷമവുമാണ്. വളരെ കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ചെടുത്തതുമാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാവോ സുഹൃത്തുക്കളെ? ഇത് എല്ലാവർക്കും പൂർണ്ണമായും സൗജന്യമാണ്. അതേസമയം ChatGPT 4 Pro മോഡലിന് പ്രതിമാസം $200 വരെ ഈടാക്കുന്നു. DeepSeekനെ പരിശീലിപ്പിക്കുന്നതിനുള്ള ചെലവ് വെറും $5.6 മില്യൺ ആയിരുന്നു. അതേസമയം ഓപ്പൺ AI, മെറ്റ, ഗൂഗിൾ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ അവരുടെ AI മോഡലുകൾക്കായി കോടിക്കണക്കിന് ചെലവഴിച്ചിരുന്നു. കുറച്ചു കാലം മുമ്പ് ഓപ്പൺ AIയുടെ സ്ഥാപകനായ സാം ആൽട്ട്മാനോട് ഇന്ത്യക്ക് $10 മില്യൺ ബജറ്റിൽ ChatGPT പോലുള്ള AI മോഡലുകൾ വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. Sam, can you just going to startups? I mean, as you know, we've got a very vibrant startup ecosystem in India. Specifically focused on AI, are there spaces where you see, let's say, a startup from India building, you can build on the models, be it ChatGPT and many others. But if you want to build foundational models, how should we think about that? Where is it that a team from India, 3 super smart engineers with, not 100 million, but let's say 10 million, could actually build something truly substantial? അത് സാധ്യമല്ല എന്നും മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ലെന്ന് സാം ആൽട്ട്മാൻ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. Look, the way this works is we're going to tell you it's totally hopeless to compete with us on training foundation models. You shouldn't try, and it's your job to try anyway. And I believe both of those things. I think it is pretty hopeless, but അത് പ്രതീക്ഷയില്ലാത്തതാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിൽ ഞങ്ങളുമായി മത്സരിക്കുന്നത് പൂർണ്ണമായും നിരാശാജനകമാണ്. നിങ്ങൾ ശ്രമിച്ചാലും അത് സാധ്യമല്ല എന്ന് പോലും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് തിരിച്ചടി ലഭിച്ചു. സാം ആൽട്ട്മാൻ സ്വയം നിരാശനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റൊന്നുമല്ല, DeepSeek സമാരംഭിച്ച് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ChatGPTയെ മറികടന്ന് US-ൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി ഇത് മാറി. അടുത്ത ദിവസം ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഇത് 1-ാം നമ്പർ ആപ്പായി മാറി. ജനുവരി 27 ആയപ്പോഴേക്കും അത് US ധനകാര്യ വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ചൈനീസ് നിർമ്മിത ചാറ്റ്ബോട്ടായ DeepSeekന്റെ ലോഞ്ച് നിക്ഷേപകരെ ഞെട്ടിച്ചു. US ടെക് സൂചികയിൽ നിന്ന് $1 ട്രില്യൺ തുടച്ചു നീക്കി. DeepSeek ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനി $3.5 ട്രില്യൺ വിലമതിക്കുന്ന NVIDIA ആയിരുന്നു. എന്നാൽ ഒരു ദിവസം കൊണ്ട് അതിന്റെ മൂല്യം $2.9 ട്രില്യൺ കുറഞ്ഞു. AI ചിപ്പുകൾ നിർമ്മിക്കുന്ന NVIDIAയുടെ ഓഹരി വില ഒറ്റ ദിവസം കൊണ്ട് 17% ഇടിഞ്ഞു. $589 ബില്യൺ നഷ്ടപ്പെട്ടു. ഏതൊരു കമ്പനിയും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ നഷ്ടം. US ടെക് കമ്പനികളെ ട്രാക്ക് ചെയ്യുന്ന നാസ്ഡാക്ക് 3.1% കുറഞ്ഞു. ഇത്രയും പരിഭ്രാന്തി US AI മേഖലയ്ക്ക് നൽകിയ DeepSeekന്റെ പിന്നിലെ കഥ മനസ്സിലാക്കാം. എതിരാളികളില്ല എന്ന് കരുതിയ US AI മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച DeepSeek. ഈ AI എവിടെ നിന്നാണ് വന്നത്? അത് ലോകത്തെ ഞെട്ടിച്ചത് എന്തുകൊണ്ട്?
ഡീപ്സീക്കിന്റെ പിന്നിലുള്ള വ്യക്തി 40 വയസ്സുള്ള ലിയാം വെൻഫെങ് എന്ന ചൈനീസ് സംരംഭകനാണ്. പൊതുജനങ്ങളിൽ അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നതിനാലും തന്റെ വ്യക്തിത്വം സ്വകാര്യമായി സൂക്ഷിക്കുന്നതിനാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം പലപ്പോഴും കാണാൻ കഴിഞ്ഞേക്കില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ 2015 അദ്ദേഹം ഹൈഫ്ലയർ എന്ന പേരിൽ ഒരു ഹെഡ്ജ് ഫണ്ട് സ്ഥാപിച്ചുവെന്ന് നമുക്കറിയാം. അത് നിക്ഷേപങ്ങൾക്കായി AI ഉപയോഗിച്ചു. 2019 ഗവേഷണം നടത്തുന്നതിനായി അദ്ദേഹം ഹൈഫ്ലയർ AI ആരംഭിച്ചു. 2023 മെയ് മാസത്തിൽ ഒരു സൈഡ് പ്രോജക്റ്റ് ആരംഭിക്കാൻ അദ്ദേഹം സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു AI മോഡൽ നിർമ്മിക്കാൻ പ്രക്രിയ ആരംഭിച്ചു. ലോകത്തിലെ മറ്റെല്ലാറ്റിനേക്കാളും മികച്ച ഒരു AI മോഡൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലിയാങ് പറഞ്ഞു. ശാസ്ത്രീയ ജിജ്ഞാസ കാരണം പണം സമ്പാദിക്കുകയോ വലിയ ലാഭം നേടുകയോ അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നില്ല. ഈ AI മോഡൽ സൃഷ്ടിക്കാൻ അദ്ദേഹം തന്റെ ഗവേഷണ സംഘത്തെ നിയമിക്കാൻ തുടങ്ങിയപ്പോൾ എഞ്ചിനീയർമാരെ നിയമിച്ചില്ല. പകരം ചൈനയിലെ മികച്ച സർവകലാശാലകളിൽ നിന്നുള്ള PhD വിദ്യാർത്ഥികളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഈ AI മോഡലിനെ പരിശീലിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള ഏറ്റവും കഠിനമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ ഏതാനും $10,00,000 ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം DeepSeek R1 മോഡൽ പുറത്തിറക്കി. ഇത് ശരിക്കും ശ്രദ്ധേയമാണ്. ചൈനയിൽ AI വികസനം നമ്മൾ വളരെ ഗൗരവമായി കാണണമെന്ന് ഞാൻ കരുതുന്നു. AI നിർമ്മിക്കുന്നത് നമ്മൾ വിചാരിച്ചതിലും എളുപ്പമാണെന്ന് DeepSeek നമുക്ക് കാണിച്ചു തന്നു. ഒരിക്കൽ വിശ്വസിച്ചിരുന്നത്ര പണം ഇതിനാവശ്യമില്ല എന്ന് അവർ തെളിയിച്ചു. ഈ പ്രോജക്റ്റിൽ 200 പേർ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവരിൽ 95% പേരും 30 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ OpenAIയിൽ 3500-ലധികം ജീവനക്കാരുണ്ട്. ഇന്ന് ബൈഡു, അലിബാബ, ബൈറ്റ് ഡാൻസ് പോലുള്ള വലിയ ടെക് കമ്പനികളുടെ ധനസഹായം ലഭിക്കാത്ത ചൈനയിലെ ഏക AI കമ്പനിയാണ് DeepSeek. DeepSeek എന്നത് ഒരു ചെയിൻ ഓഫ് തോട്ട് AI മോഡലാണ്. അത് ഉത്തരം നൽകുന്നതിന് മുമ്പ് ചിന്തിക്കുന്നു. പഴയ മോഡലുകൾ തൽക്ഷണം പ്രതികരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നതിന് വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇത് വിശകലനം ചെയ്യുന്നു. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു, കാരണം പഴയ AI മോഡലുകൾ തെറ്റായ ഉത്തരങ്ങൾ നൽകുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ChatGPT സേവനം ചെയിൻ ഓഫ് തോട്ട് AI മോഡലാണ്. അതുകൊണ്ട് DeepSeekന് സമാനമായി കൂടുതൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നതിന് വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇത് വിശകലനം ചെയ്യുന്നു. ഇവ ചിത്രങ്ങൾ നിർമ്മിക്കാൻ പോലും സഹായിക്കുന്നുണ്ട്. DeepSeek പുറത്തിറങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് അതിൻ്റെ സെൻസർഷിപ്പാണ്. ചൈനീസ് സർക്കാരിനെയും രാഷ്ട്രീയത്തെയും കുറിച്ച് നിങ്ങൾ വിമർശനാത്മക ചോദ്യങ്ങൾ ചോദിച്ചാൽ DeepSeek എല്ലായ്പ്പോഴും ഒരേ ഉത്തരം നൽകും. അവരുടെ ഉത്തരം, ക്ഷമിക്കണം, ഈ തരത്തിലുള്ള ചോദ്യത്തെ എങ്ങനെ സമീപിക്കണമെന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. പകരം ഗണിതം, കോഡിംഗ്, ലോജിക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്നിരുന്നാലും ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ എന്നിവരായാലും മറ്റേതെങ്കിലും ലോക നേതാവിനെ വിമർശിക്കാൻ നിങ്ങൾ DeepSeekനോട് ആവശ്യപ്പെട്ടാൽ അത് വളരെ വിശദമായി പ്രതികരിക്കും. രാഷ്ട്രീയമായി സെൻസിറ്റീവ് വിഷയങ്ങൾക്ക് സുരക്ഷിതമായ ഉത്തരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ മുഖ്യ ഇന്റർനെറ്റ് റെഗുലേറ്ററായ ചൈനയുടെ സൈബർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചൈന ടെസ്റ്റ് നടത്തുന്നു. അത് വിജയിച്ചതിന് ശേഷം മാത്രമേ അവ പുറത്തിറക്കാൻ അംഗീകാരം ലഭിക്കൂ. DeepSeekന്റെ ഉത്തരങ്ങൾ ചൈനീസ് സർക്കാർ നയങ്ങൾ പാലിക്കുന്നതിനാൽ അതിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം DeepSeek ഓപ്പൺ സോഴ്സ് ആണ് എന്നതാണ്. അതിൻ്റെ കോഡ് പൊതുവായി ലഭ്യമാണ്. ആർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാനും പരിഷ്കരിക്കാനും സ്വന്തം കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കാനും കഴിയും. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ DeepSeek ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ കോഡ് ആക്സസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടാനുസൃതമാക്കാം. ചില അമേരിക്കൻ കമ്പനികൾ ഇതിനകം തന്നെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പെർപ്ലെക്സിറ്റി AI അതിലൊന്നാണ്. അവർ DeepSeek R1 മോഡൽ ഡൗൺലോഡ് ചെയ്തു. എല്ലാ സെൻസർഷിപ്പും നീക്കം ചെയ്തു. DeepSeek ഓപ്പൺ സോഴ്സ് ആണ്. അതിനാൽ ചൈനയിൽ നിന്നാണ് വരുന്നതെങ്കിലും ആളുകൾ ഇതിനെ വളരെയധികം വിശ്വസിക്കുന്നു. OpenAI പോലുള്ള അമേരിക്കൻ കമ്പനികളെ കളിയാക്കാൻ പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയുമായുള്ള മോശ ബന്ധം ഇവിടെയും വ്യക്തമായി കാണാം. അതെ, DeepSeekന്റെ വിജയത്തെ തുടർന്ന് ചൈനയുടെ സാങ്കേതിക മേഖലയിൽ നിക്ഷേപകരുടെ താൽപ്പര്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഡാറ്റ സ്വകാര്യതയും സെൻസർഷിപ്പും സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വിപുലമായ ഡാറ്റ ശേഖരണ ശേഷി കാരണം DeepSeekനെതിരെ ഒരു ഉപദേശം പുറപ്പെടുവിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. കൂടാതെ പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവ്
ഡീപ് സീക്കിന്റെ സാധ്യതകൾ അംഗീകരിക്കുകയും സ്വകാര്യത അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ഇന്ത്യൻ സെർവറുകളിൽ ഇത് ഹോസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു. അതേസമയം ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൈന വിമർശിച്ചു. അവയെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് മികവുറ്റ ഡീപ് സീക്കിനെ ചാറ്റ് ജിപിടിയുമായി താരതമ്യപ്പെടുത്തി നോക്കാം. ആർട്ടിഫിഷ്യൽ അനാലിസിസ് അനുസരിച്ച് കോഡിംഗിൽ ഡീപ് സീക്കാണ് ഏറ്റവും മികച്ചത്. അടുത്തത് ചാറ്റ് ജിപിടി ആണ്. ഗണിതത്തിലും ലോജിക്കൽ യുക്തിയിലും ഡീപ് സീക്ക് ഒന്നാം സ്ഥാനത്തും, തുടർന്ന് ചാറ്റ് ജിപിടി. ശാസ്ത്രത്തിനും പൊതുവിജ്ഞാനത്തിനും ചാറ്റ് ജിപിടി ആണ് മികച്ചത്, തുടർന്ന് ഡീപ് സീക്ക്. PC മാക് വ്യത്യസ്ത AI മോഡലുകൾ പരീക്ഷിച്ചു. വാർത്താ സംബന്ധമായ അറിവിന് ഡീപ് സീക്ക് ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി. കണക്ക് കൂട്ടലുകൾക്ക് ചാറ്റ് ജിപിടി, ഡീപ് സീക്ക് എന്നിവ ഒരുപോലെ മികച്ചതാണ്. കവിതകൾ എഴുതുന്നതിനും പട്ടികകൾ നിർമ്മിക്കുന്നതിനും ചാറ്റ് ജിപിടി മികച്ചതാണ്. കടങ്കഥകൾ പരിഹരിക്കുന്നതിന് ഡീപ് സീക്ക് ആണ് മികച്ചത്. ആർട്ടിഫിഷ്യൽ അനാലിസിസ് അനുസരിച്ച് ചാറ്റ് ജിപിടി 01-ന് 90 ഗുണനിലവാര റേറ്റിംഗ് ഉണ്ട്. അതേസമയം ഡീപ് സീക്ക് R1-ന് 89 ആണ്. എന്നാൽ ഡീപ് സീക്കിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് വളരെ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുക. പ്രതികരണ സമയങ്ങൾ താരതമ്യം ചെയ്യുന്ന ഒരു ഗ്രാഫ് കാണിക്കുന്നത് ചാറ്റ് ജിപിടി 01 31.15 സെക്കൻഡ് എടുക്കുമെന്നും ഡീപ് സീക്ക് 71.22 സെക്കൻഡ് എടുക്കുമെന്നുമാണ്. കൂടുതൽ ആളുകൾ ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിനാൽ ഈ കാലതാമസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സെർവറുകൾ ഓവർലോഡ് ആകുന്നതിനാൽ പ്രതികരണങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും. ചാറ്റ് ജിപിടിയും ഡീപ് സീക്കും താരതമ്യം ചെയ്യുമ്പോൾ ഡീപ് സീക്ക് ചില തരത്തിൽ കൂടുതൽ പുരോഗമിച്ചതാണെന്ന് വ്യക്തമാണ്. അതിനൊരു കാരണം അതിൻ്റെ വിദഗ്ധരുടെ മിശ്രിത രീതിയാണ്. ചാറ്റ് ജിപിടി 01 ഒരൊറ്റ മോഡലായി പ്രവർത്തിക്കുന്നു. എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ നിയമം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇത് ഒരേ സിസ്റ്റം ഉപയോഗിച്ച് ഉത്തരം നൽകുന്നു. എന്നാൽ ഡീപ് സീക്ക് വ്യത്യസ്തമാണ്. വ്യത്യസ്ത വിഷയങ്ങൾക്കായി ഇതിന് പ്രത്യേക മോഡലുകളുണ്ട്. നിങ്ങൾ ഒരു മെഡിക്കൽ ചോദ്യം ചോദിച്ചാൽ ഡോക്ടർ മോഡൽ മാത്രമേ സജീവമാകൂ. ഒരു എഞ്ചിനീയറിംഗ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എഞ്ചിനീയർ മോഡൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് അതിൻ്റെ മികവുറ്റ പ്രവർത്തനം നൽകും. എന്നാൽ ഡീപ് സീക്ക് മറ്റൊരു വിമർശനം കൂടിയുണ്ട്. ഓപ്പൺ AI മോഡൽ കോപ്പി അടിച്ചതായി. ഡീപ് സീക്ക് തങ്ങളുടെ AI മോഡലുകൾ പരിശീലനത്തിനായി ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന് ഓപ്പൺ AI പറയുന്നു. അവർ ഇതിനെ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നു. അവിടെ ഒരു ചെറിയ AI മോഡൽ വലിയതിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെയാണ് അവർ ചിലവ് കുറഞ്ഞ രീതിയിൽ അത് നിർമ്മിച്ചതെന്നാണ് വാദം. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലേ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു രസകരമായ സംഭവം പറഞ്ഞു തരാം. ഡീപ് സീക്ക് പുറത്തിറങ്ങിയ സമയം ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൊള്ളക്കാരൻ ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടു എന്നായിരുന്നു അത്. ഇതിൽ കൊള്ളക്കാരൻ മറ്റാരുമല്ല, ചാറ്റ് ജിപിടി ആണ്. കൊള്ളയടിച്ചത് ഡീപ് സീക്ക് ആണ്. അപ്പോൾ ചാറ്റ് ജിപിടി എങ്ങനെ കൊള്ളക്കാരനായെന്നല്ലേ ചോദ്യം. കാരണം ചാറ്റ് ജിപിടി തന്നെ ഇന്റർനെറ്റിലെ ധാരാളം ഡാറ്റയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ രചയിതാക്കളോട് ചോദിക്കാതെ ഉപയോഗിച്ചു. ഇക്കാരണത്താൽ ഗെയിം ഓഫ് ത്രോൺസ് എഴുത്തുകാരൻ ജോർജ് R.R. മാർട്ടിൻ ഉൾപ്പെടെ 17 പ്രശസ്ത എഴുത്തുകാരന്മാർ 2023 സെപ്റ്റംബറിൽ ഓപ്പൺ AIക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ന്യൂയോർക്ക് ടൈംസും ഓപ്പൺ AIക്കും മൈക്രോസോഫ്റ്റിനുമെതിരെ കേസ് ഫയൽ ചെയ്തു. അതായത് ചാറ്റ് ജിപിടി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ ഡാറ്റ മോഷ്ടിച്ചാണ് എന്നതാണ്. അതെ, അപ്പോൾ തീർച്ചയായും മികച്ചൊരു കൊള്ളക്കാരൻ തന്നെയാണ് ഓപ്പൺ AI. അപ്പോൾ ഓപ്പൺ AI മോഡൽ ഇനി ചൈന മോഷ്ടിച്ചെങ്കിൽ തന്നെ എന്താ പ്രശ്നം, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉപയോക്താക്കൾക്ക് ഈ മത്സരം നല്ലതാണ്. എന്നാൽ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും ഇതൊരു AI യുദ്ധത്തിന്റെ തുടക്കമാണ്. 2022-ൽ US ഗവൺമെന്റ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ചിപ്പുകളുടെ കയറ്റുമതി നിർത്തിവച്ചിരുന്നു. AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനാണ് ഈ ചിപ്പുകൾ ആവശ്യമായി വരുന്നത്. ഇത് നൽകുന്നത് NVIDIA ആണ്. അതിനാൽ ചൈനീസ് കമ്പനികൾക്ക് അവ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഡീപ് സീക്കിന് ഇതൊരു വലിയ പ്രശ്നമായി മാറി. അവരുടെ AIക്ക് വേണ്ടി പഴയ ചിപ്പുകൾ ഉപയോഗിക്കേണ്ടി വന്നു. മറ്റ് രാജ്യങ്ങളിൽ AI വികസനം മന്ദഗതിയിലാക്കാൻ US ഗവൺമെൻറ് ഇത് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഡീപ് സീക്ക് ഒരു പുതിയ മാർഗം കണ്ടെത്തുകയും കുറഞ്ഞ പണവും കുറഞ്ഞ ഊർജവും കുറഞ്ഞ കമ്പ്യൂട്ടർ ചിപ്പുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ അവർ സൃഷ്ടിച്ചു. കൂടാതെ മെറ്റ, ഓപ്പൺ AI, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ AIയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ചിപ്പുകൾ, കൂടുതൽ പണം എന്നിവ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ട് ഡീപ് സീക്ക് അത് തെറ്റാണെന്ന് തെളിയിച്ചു. ഇതൊരു പ്രചോദനമായിരിക്കണം. ചൈനക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്കും കഴിയും. ഇന്ത്യക്കാർക്കും അത്തരം നൂതന ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ശരിയായ ദിശയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം ഓപ്പൺ AIയുടെ സ്ഥാപകനായ
സാം ആറ്റ്മാനോട് ഇന്ത്യക്ക് $10 മില്യൺ ബജറ്റിൽ ChatGPT പോലൊരു AI മോഡലുകൾ വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവരിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിയ മറുപടിക്ക് ചൈനയെ പോലെ കൃത്യമായി ഇന്ത്യക്ക് മറുപടി നൽകാൻ കഴിയട്ടെ. ChatGPT അല്ലെങ്കിൽ ഡീപ്സീക്ക് പോലുള്ള AI നിർമ്മിക്കാൻ ഇന്ത്യക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. മുൻനിര എഞ്ചിനീയർമാർ, വിശാലമായ ഡാറ്റ, വളരുന്ന നിക്ഷേപങ്ങൾ, സർക്കാരിൻ്റെ ഇന്ത്യ AI മിഷൻ മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി എന്താണ്? സൂപ്പർ കമ്പ്യൂട്ടിംഗ് പവറും ഫണ്ടിങ്ങും. ഓപ്പൺ AIക്ക് കോടിക്കണക്കിന് നൂതന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ ഇന്ത്യ ഈ നേട്ടത്തിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.